ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അക്യുപഞ്ചർ കൊണ്ട് സാധിക്കുമോ? അതല്ലെങ്കിൽ അതേപോലുള്ള മറ്റു ചില പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പ്രത്യേക കേസുകൾ വന്നാൽ അക്യുപഞ്ചറിലൂടെ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഒരു പേഷ്യൻറ്റിന് ഉമ്മയാണ്, മാതാവാണ്, സനീറ എന്നാണ് അവരുടെ പേര്. അവരുടെ കുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയും മുഖത്തെ എല്ലിന് പൊട്ടുണ്ടായി, സ്കൾ അങ്ങനെ തന്നെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ കേസ്, വലത് കണ്ണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കേസ്, അതിലുണ്ടായ ഒരു അനുഭവം, അക്യുപഞ്ചർ കൊണ്ട് മാത്രം മാറിയ അനുഭവം, അക്യുപഞ്ചർ ചികിത്സയിലൂടെ മാത്രം മാറിയ അനുഭവം, ലക്ഷങ്ങൾ ചിലവാക്കണമെന്ന് പറഞ്ഞ കേസ് അക്യുപഞ്ചറിലൂടെ മാറിയ അനുഭവം പങ്കുവെക്കുന്നു. അതിനൊപ്പം അവർ എന്തുകൊണ്ട് ഈ ചികിത്സ സ്വീകരിച്ചു എന്നും അതിനുള്ള കുറച്ച് കാരണങ്ങൾ, വേറെയും ആക്സിഡൻറ്റ് കേസ് അവർ കൊണ്ടുവന്നിരുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകയായ അവർ വേറെയും കുറേ കേസുകൾ കൊണ്ടുവന്ന 2 കേസുകളൂടെയും അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് തൻ്റെ മകന് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അക്യുപഞ്ചർ ചെയ്തു എന്നുള്ളതും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. പൂർണ്ണമായും കേൾക്കുക. കാരണം അക്യുപഞ്ചർ എന്ന ഈ മഹത്തായ കല ഇത് മരുന്നില്ലാത്ത ചികിത്സയാണ്. ഈ മരുന്നില്ലാത്ത ചികിത്സ കൊണ്ട് എന്താ പറയുക, മനുഷ്യൻ്റെ ചിന്ത കൊണ്ട് ശരിയാവുന്നതാണോ അതല്ല ചക്ക വീണ് മുതലാവുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണോ എന്ന് തിരിയാൻ കുറച്ച് അനുഭവങ്ങൾ എന്തായാലും എൻ്റെ വരും വീഡിയോകളിൽ കുറച്ച് അധികം അനുഭവങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. കാരണം അക്യുപഞ്ചറിനെതിരെ പല വ്യാജ പ്രചരണങ്ങളും വരുമ്പോൾ ഇതിലെന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയണമെന്നില്ല. ഇവിടെ വന്ന് ചികിത്സിച്ച് ഇതിൻ്റെ സുഖം കിട്ടിയവർക്ക് എന്തായാലും തിരിയും എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന്. പക്ഷേ പുറത്ത് നിൽക്കണവനെ സംബന്ധിച്ചിട്ട് ഇതെന്താണെന്ന് തിരിയണമെന്നില്ല. എന്തായാലും അക്യുപഞ്ചർ എന്ന ഈ മഹത്തായ കലയുടെ കുറേ അനുഭവങ്ങൾ ഇനി വരും വീഡിയോകളിൽ കാണാം. നമ്മൾ പ്ലേലിസ്റ്റിൽ പ്രത്യേകം ഉണ്ടാകും. നമ്മൾ പ്ലേലിസ്റ്റിൽ കയറിയാൽ അത്യാവശ്യം ഇനിയുള്ള എല്ലാ വീഡിയോകളിലും ഈ അനുഭവങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലുണ്ടാവും. കാരണം പലപ്പോഴും നമ്മളോട് വിളിച്ചു ചോദിക്കുക ആ രോഗത്തിന് അക്യുപഞ്ചർ പറ്റുമോ, ഈ രോഗത്തിന് അക്യുപഞ്ചർ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കാണുക, അനുഭവസ്ഥർ പറയുന്നത് കേൾക്കുക, ഞങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുക. ഞാൻ സനീറ, കൊച്ചിയിലാണ് എൻ്റെ വീട്. ഞാൻ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും പല ആളുകൾക്കും, ഞാനൊരു പൊതുപ്രവർത്തകയാണ്, അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുമായിരുന്നു. ആദ്യം കേരളത്തിൽ അങ്ങനെ ഇങ്ങോട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, നെഫ്രോ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലത്. ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ ഇക്ബാൽ ഡോക്ടർ നല്ലതാണ്, അങ്ങോട്ട് പോവാ. കുട്ടികളുടെ ഡോക്ടർ, ഒരു കുട്ടി പിന്നെ തിരൂരിൽ നിന്നാണ്, എൻ്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. തിരൂർ വർഷങ്ങളായിട്ട് കുട്ടിക്ക് ചുമയാണ്, രാത്രി ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ 7 വയസ്സായി 9 വയസ്സ് വരെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. 7 വയസ്സിൽ സർജറി പറഞ്ഞു, ഇവിടെ എന്തോ ഗ്ലാൻഡ് എന്തോ കട്ട് ചെയ്യാൻ പറഞ്ഞു. 9 വയസ്സ് വരെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇതിനൊന്നും വ്യത്യാസമില്ല, സർജറി ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ പറയുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ സിന്ധു പിള്ള എന്നൊരു ഡോക്ടറുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ പല രീതിയിൽ അങ്ങനെ പിന്നീട് ഞാനത് അലോപ്പതി മെഡിസിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു ചേർത്തലയിലൊരു വൈദ്യരുണ്ട്, പിന്നെ അങ്ങനെ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഇങ്ങനെ ആളുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. അതനുസരിച്ച് ഒരുപാട് ആളുകൾ ഞാൻ തന്നെ കൊണ്ടുപോകുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നിസാറിനെ കുറിച്ച് ഞാൻ അറിയുകയും 1-2 ആളുകളെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന്. കൊച്ചിയിൽ നിസാർ ആഴ്ചയിൽ ഒരു ദിവസം വരുമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിന് ഫലം കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രധാനപ്പെട്ട കേസ് ഞാൻ നിസാറിനെ അറ്റൻഡ് ചെയ്യിക്കാൻ തീരുമാനിച്ചത്. കുറേ കേസുകൾ അങ്ങനെ നന്നായി വന്നതുകൊണ്ട് ഒരു ദിവസം എൻ്റെ കസിൻ ബ്രദറിൻ്റെ മകള് ഡെൽറ്റ സ്റ്റഡി സ്കൂൾ ഫോർട്ട് കൊച്ചിയിൽ ഡെൽറ്റ സ്റ്റഡിയിൽ പഠിക്കണം. ആനുവൽ ഡേയുടെ അന്ന് ഡാൻസ് ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ട് ടീച്ചർ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. കുട്ടി മറ്റുള്ള കുട്ടികളൊക്കെ ഡ്രസ്സ് ചെയ്യും, ഇവളീ ഡ്രസ്സ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്തപ്പോൾ ടീച്ചർ വന്നിട്ട് മോളെന്താ അമ്മ ഡ്രസ്സ് മാറിയില്ലേ എന്ന് ചോദിച്ച് ദേഹത്ത് തൊട്ടപ്പോഴത്തേക്ക് അവൾ ബാക്കിൽ കസേരയിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരുന്ന് പോയി. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടൊന്നും അനക്കമില്ല. കുട്ടി ഓർമ്മ നഷ്ടപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. തൊട്ടപ്പോഴാണ് ഇരുന്നത്. ഉടനെ വീട്ടിൽ നിന്ന് അറിയിച്ച് നേരെ ലക്ഷ്മി ഹോസ്പിറ്റൽ, കൊച്ചിയിലുള്ളൊരു ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞ് റിനൈ മെഡിസിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഞാനും അങ്ങോട്ട് ഓടിയെത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് സംശയമുണ്ട്. അന്നേരത്തെ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ശ്വാസം എടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റണില്ല. മറ്റേ ആ കയ്യിൽ വയ്ക്കുന്ന സാച്ചുറേഷൻ ഓക്സിജനൊക്കെ നോക്കുന്ന
അതിൽ ആ മോണിറ്ററിൽ കാണാം കുട്ടിക്ക് ശ്വാസം ഉണ്ടെന്നുള്ളത്. കുട്ടി കണ്ണിങ്ങനെ മേലോട്ട് കൃഷ്ണമണിയൊക്കെ മേലോട്ടായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കിടക്കുകയാണ്. ചരിച്ച് കിടത്തിയിട്ട് നിവർത്തി കിടത്തിയിട്ട് ഒന്നും കുട്ടിക്ക് അനക്കമില്ല. അങ്ങനെ MRI സ്കാൻ എടുക്കാൻ കയറി. MRI സ്കാൻ എടുത്തിട്ട് 75% സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് 75% സ്കാൻ എടുത്തിട്ടും ഇതിന് എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റണില്ല. അപ്പോൾ ഇനി അതുകൊണ്ട് നട്ടെല്ല് കുത്തി വെള്ളം എടുത്തിട്ട് ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടിയുടെ ഉമ്മയും എല്ലാവരും പ്രശ്നമായി. അവർ പറഞ്ഞെന്നാൽ വേണ്ട, സെനീർത്ത പറഞ്ഞ പോലെ നമുക്ക് നിസാറിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് നിസാറിനെ വിളിച്ചപ്പോൾ നിസാർ സ്ത്രീമൂല നഗരത്തിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്നമാരൊരു കേസുണ്ട് നിസാറെ, എത്രയും പെട്ടെന്നൊന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. റിനൈമഡ് സിറ്റിയിലാണുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുപോകാൻ സെനീർത്താന്ന് പറഞ്ഞു. ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിൽ ഞങ്ങൾ 6 പേര് പിടിച്ചിട്ട് കുട്ടി കിടക്കണില്ല. കുട്ടി ഇങ്ങനെ തെറിച്ച് കൈയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ വെപ്രാളം കാണിക്കാൻ, ശ്വാസം കിട്ടണില്ല കുട്ടിക്ക്. അങ്ങനെ ഭയങ്കര അവസ്ഥയിലാണ് കൊണ്ടുപോയത്. അന്നേരം നിസാറിനോട് ഞാൻ പറഞ്ഞു നിസാറെ ഞങ്ങൾ 30 എത്താറായല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിസാർ എന്താ അത്താണിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഞങ്ങളെന്നാൽ UC അടുത്തേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ശരി എന്നാൽ ആ വഴിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് UC കോളേജിൻ്റെ അപ്പുറത്ത് റോട്ടിൽ സെമിനാരി റോട്ടിൽ ആംബുലൻസ് ഇട്ടിട്ട് അവിടെ വന്ന് ആംബുലൻസിൽ കയറിയിട്ടാണ് നിസാർ എന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. കുട്ടി മരണപ്രാളമാണ്, കുട്ടീനെ കിട്ടുമില്ലോ എന്നുള്ള നമുക്കൊരു പ്രതീക്ഷയില്ല. അന്നേരം നിസാർ വന്ന് നീഡിൽ ചെയ്ത് ഒരു 3-4 മിനിറ്റ് ആയപ്പോഴത്തേക്കും അവളൊന്ന് അടങ്ങിക്കിടന്ന്. അത് നിസാറിന് നീ എന്നാൽ ക്ലിനിക്കിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നോക്കി. അന്നേരം ഇവിടെയല്ല, ഈ മുപ്പത്തടം പഞ്ചായത്തിലല്ല, ജംഗ്ഷനിലായിരുന്നു. അന്നേരം അവിടെ ഒരു ലോഡ്ജിലാണ് റൂം എടുത്തിട്ട് നിസാർ അവിടെ വന്ന് നോക്കുന്നത്. നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞ് 12 മണി രാത്രി വരെ ഇവർക്ക് നല്ല പനിയായിരുന്നു. നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. നിസാർ പറഞ്ഞു ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ജങ്ക് ഫുഡിൻ്റെ ആധിക്യം കൊണ്ട് നട്ടെല്ല് വഴി ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ കുറഞ്ഞിട്ട് കുട്ടിക്ക് ഇത് ബോധക്ഷയം സംഭവിച്ചാണ്. കുഴപ്പമില്ല, അത് ശരിയാകുമെന്ന് നിസാർ കണ്ണ് നോക്കി അപ്പം തന്നെ പറയുകയും ചെയ്ത്. സംഭവം സത്യമാണ്. അവളുടെ വാപ്പ കുറച്ച് ജങ്ക് ഫുഡ് കൂടുതൽ മേടിച്ച് കൊടുക്കണം. പെപ്സി ജങ്ക് ഫുഡ്, അതായത് ബർഗർ, പിന്നെ പിസ്സ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് അവൾക്ക് ഇഷ്ടം. അത് വേണ്ടതിലേറെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതിൻ്റെ ആധിക്യം കൊണ്ടുണ്ടായ കേസാണെന്ന് പറയും. രാത്രി 12:30 മണി വരെ അമിതമായി പനിക്കുകയും 12:30 അവർ ഉറക്കണിട്ടിട്ട് ചോദിച്ചു എന്തായി ഡാൻസ് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നത്. ഉച്ചക്ക് 3 മണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട കുട്ടി 12:30 എണീക്കണത്. ആ കേസ് കറക്റ്റാക്കിയത് നിസാറാണ്. 11 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ പിന്നീട് ജങ്ക് ഫുഡൊക്കെ കുറച്ച് അവൾക്കൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ്റെ കാര്യമാണ്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് അന്വേഷിച്ച കേസാണ് ഇത്. വെറുതെ പറയണ കേസാണോ അല്ലയോ എന്നുള്ളത്. എൻ്റെ മകൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 5th സെം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമീന ഹസൻ എന്ന പേര് പാലാരിവട്ടത്ത് വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. 2017 ഡിസംബർ 5-ാം തീയതി രാത്രി 8:20 എറണാകുളം പാലാരിവട്ടത്ത് വഴി മുറിച്ച് കിടക്കുന്ന ഒരാളെ കണ്ടില്ല. രാത്രിയായിരുന്നു. ബൈക്ക് പെട്ടെന്ന് പിടിച്ചപ്പോൾ കിട്ടിയില്ല. ബാക്ക് പൊങ്ങുകയും ഫ്രണ്ട് അടിച്ച് വീഴുകയും ചെയ്തു. ഏകദേശം 26 പീസായിട്ട് മുഖത്തെ സ്കള്ള് പൊട്ടിപ്പോയി. മൂക്കല്ല് ഒരൊടിവ്, അണ്ണാക്കല്ല് 2 ഒടിവ്, വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇനി അത് കിട്ടില്ല എന്നാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞ ഉടനെ കൊണ്ടുപോയ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് ഡോക്ടർ ന്യൂറോ സർജൻ റിസ മൊയ്തു പറഞ്ഞത്. അന്നേരം എന്നോട് പറഞ്ഞു ICUലാക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി അത് കിട്ടില്ല, ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഓക്കെ, ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട, റിനൈമഡ് സിറ്റിയിലേക്ക് വിട്ടേക്കെന്ന് പറഞ്ഞു. ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നറിഞ്ഞ നിമിഷം ഞാൻ ആദ്യം വിളിച്ചത് നിസാർ മുപ്പത്തടത്തിനെ ആയിരുന്നു. അതിനു മുൻപ് 1-2 കേസ് ഞാനൊരു പൊതുപ്രവർത്തകയാണ്. ആ ഇരത്തിൽ ഞാൻ 1-2 കേസുകൾ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഫലം കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് നിസാറിനെ വിളിച്ചിട്ട് ഇന്നമാതിരി സംഭവിച്ചിട്ടുണ്ട് നിസാറെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണേ ഉള്ളൂ, അവിടെ ചെന്ന അവസ്ഥയൊന്നും എനിക്കറിയാൻ പാടില്ല, ഒന്ന് നിസാറിനൊന്ന് വരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നിസാർ സാർ പറഞ്ഞു വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിസാർ അങ്ങോട്ട് എത്തുകയും ചെയ്തു. എൻ്റെ ഒരു ജ്യേഷ്ഠത്തിൻ്റെ മകനുണ്ടായിരുന്ന റമീസ്, അവനോടും വരാൻ പറഞ്ഞു. 2 പേരും എത്തി. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് റിനൈമഡ് സിറ്റിയിലേക്ക് വിട്ടേക്ക്, അവിടെ സുബ്രഹ്മണ്യൻ ഡോക്ടർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓ ശരി, ഞാനൊന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കുട്ടിയെ വിട്ടു തന്നു. ജസ്റ്റ് 7 മിനിറ്റാണ് ആംബുലൻസിൽ ഇരുന്ന് കിട്ടിയത്. ആംബുലൻസിൽ ഇരുന്നിട്ടാണ് നിസാർ ഈ കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്.
നിസാറും ഉണ്ടായിരുന്നു, റമീസും ഉണ്ടായിരുന്നു, ആംബുലൻസിൽ ഞാനും ഉണ്ടായിരുന്നു. കാലിലെ വിരലിൽ എന്തൊക്കെയാണ് ചെയ്തത്, കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് ഞാൻ നിസാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ഞാനും ആ സുബ്രഹ്മണ്യൻ ഡോക്ടറും കൂടി ഫോണിൽ സംസാരിച്ചിരുന്നു. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നും ഇവിടെ നിന്ന് റിസ മൊയ്തു സാറ് വിളിച്ചു എന്നും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെ സുബ്രഹ്മണ്യൻ ഡോക്ടർ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ അദ്ദേഹവുമായിട്ട് പരിചയമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ പൊതുപ്രവർത്തകയായിരുന്നു. ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തും കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജൻ സുബ്രഹ്മണ്യൻ സാർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കുട്ടിയെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഡോക്ടർ തിരിച്ച് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, റിനൈ മെഡിസിറ്റിയിൽ നിന്ന് ഒരു CT സ്കാൻ കൂടി എടുക്കണം. കാരണം അവിടുത്തെ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ സ്കാനിങ് മെഷീൻ എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുന്നു. കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല, കാഴ്ചയുണ്ട്, ഡബ്ലിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞു. 7 മിനിറ്റാണ് ഇവിടെ അക്യുപഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ സമയം. ശരി സാറേ, ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. ശരി സാറേ എടുത്തോളാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വലത് കണ്ണിൻ്റെ ഈ ഭാഗത്തുള്ള ഞരമ്പുകൾക്ക് ക്ഷതമേൽക്കുകയും അത് ചതഞ്ഞു പോവുകയും ചെയ്തതുകൊണ്ടാണ് അലോപ്പതിക്കാർ ഇത് ഇനി കിട്ടില്ല, അവർക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞത്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നിസാർ ചെയ്തതെന്നാണ് പിന്നീട് എന്നോട് നിസാർ പറഞ്ഞത്. വെറും 7 മിനിറ്റിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി. ഈ അകലത്തിൽ ഡബ്ലിങ് ഉണ്ട്, 2 കാഴ്ചയായിട്ട് കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, ഏതായാലും അവിടം വരെ എത്തിക്കിട്ടിയല്ലോ. ഞാൻ അന്ന് അവിടെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 5th സെമ്മിന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഫസ്റ്റ് എക്സാം തിങ്കളാഴ്ച എഴുതി, ചൊവ്വാഴ്ച രാത്രി ആക്സിഡൻറ്റ്, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 രണ്ടാമത്തെ എക്സാം എഴുതാനിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ ICUയിൽ 2 വിസിറ്റേഴ്സ് കയറാം. ഞാൻ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, മോൻ പറഞ്ഞു എനിക്ക് പരീക്ഷ എഴുതണം ഉമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് എനിക്ക് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഉമ്മി തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിസാർക്കാനെ ഒന്ന് വിളിക്കട്ടെ മോനെ, നിസാർക്ക വരുമെങ്കിൽ നിസാർക്ക വന്നിട്ട് ഓക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ സുബ്രഹ്മണ്യൻ ഡോക്ടർ പറഞ്ഞത് കുട്ടിയെ അനക്കാൻ കഴിയില്ല. കാരണം 2 മൂക്കിൽ നിന്നും നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഈ 2 മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പൈപ്പ് തുറന്നു വിട്ട പോലെയാണ് തലേദിവസം രാത്രി പോയിക്കൊണ്ടിരുന്നത്. നിസാർ നീഡിൽ ചെയ്തതിന് ശേഷം ആ ബ്ലീഡിങ് നിന്നിട്ടുണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ ഡോക്ടർ പറഞ്ഞത് അനങ്ങാതെ കിടക്കുന്നത് കൊണ്ടാണ് ബ്ലീഡിങ് ഇല്ലാത്തത്. എഴുന്നേൽക്കുകയും ആംബുലൻസിൽ പോവുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്ലീഡിങ് രണ്ടാമത് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അവൻ എന്തായാലും നിസാറിൻ്റെ അഭിപ്രായവും കൂടി ചോദിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അവിടെ സിസ്റ്ററോട് ഞാനൊരു ചെറിയൊരു കളവ് പറഞ്ഞിരുന്നു അന്ന്. ഞാൻ പറഞ്ഞ പള്ളിയിലത്തെ ഉസ്താദ് പ്രാർത്ഥിക്കാൻ വരും, 2ാമത്തെ വിസിറ്ററായിട്ട് അദ്ദേഹത്തെ കയറ്റണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്ന് നിസാറിനായിട്ട് തിരിച്ച് ചെല്ലണത്. അവിടെ ചെന്ന് നിസാർ അതിൻ്റെ ഉള്ളിൽ കയറി നീഡിൽ ചെയ്ത് മറ്റേ ഡബ്ലിങ് മേലോട്ടും താഴോട്ടും ഡബ്ലിങ് ഉണ്ട്, സൈഡ് വേസും ഡബ്ലിങ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പേപ്പർ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഇവനെ കൊണ്ട് നോക്കിച്ച് നിസാർ നീഡിൽ ചെയ്ത് ആ ഡബ്ലിങ് കറക്റ്റാക്കി കൊടുത്തു. ഒരേ സൈഡിലുള്ളത് പൂർണ്ണമായും മാറില്ല, ഏതെങ്കിലും ഒരു സൈഡ് എന്ന് പറഞ്ഞപ്പോൾ വലതോട്ടും ഇടതോട്ടുമുള്ള കാഴ്ച ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ അത് ശരിയാക്കി കൊടുക്കുകയും അന്ന് ഉച്ചയ്ക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 1:30 മണിക്ക് ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യലായിട്ട് അവനെ, മറ്റെല്ലാവരും ക്ലാസ് റൂമിലും, ഇവൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പോയി ഓഡിറ്റോറിയത്തിലിരുന്ന് എക്സാം എഴുതുകയും ചെയ്തു കമ്പ്യൂട്ടർ സയൻസിൻ്റെ. മാഷാ അല്ലാ അതിന് അവനത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് റിനൈ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞങ്ങളോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സ്കള്ള് ഇവിടെ നിന്ന് ഈ ചെവിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് ഈ ചെവി വരെ വെട്ടി മുഖം മൂടി ഇങ്ങോട്ട് എടുത്ത് മെഷ് പണിതിട്ട് അത് വെച്ചിട്ട് ഈ ഇവിടുത്തെ എല്ലുകളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം സ്ക്രൂവും പ്ലേറ്റും ഇട്ടിട്ട് ഇത് അത്രയും ഈ 16 പീസ്, ഇവിടെയുള്ള 16 പീസും മുറുക്കണം. പിന്നെ ഇവിടെ നിന്ന് ഈ അറ്റം വരെയും ഇവിടെ നിന്ന് ഇതിങ്ങനെയും ഇങ്ങനെ പല്ല് രണ്ടും ഇങ്ങനെ അനങ്ങുമായിരുന്നു, തൂങ്ങിക്കിടക്കുകയും പിന്നെ അണ്ണാക്കല്ല് മൂക്കല്ല് ഇങ്ങനെ എല്ലായിടത്തും കൂടിയാണ് 26 പീസ്. ഇവിടെ മാത്രം 16-18 പീസായിരുന്നു. എന്നിട്ട് അത് പിന്നെ സ്ക്രൂവും പ്ലേറ്റ് ഇട്ട് മുറുക്കണം. ഇവിടെ രണ്ടും കമ്പി ഇട്ട് കെട്ടണം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. 12 മണിക്കൂർ സർജറി, 4 സർജന്മാർ, ന്യൂറോ സർജൻ, മാക്സിലോഫേഷ്യൽ സർജൻ, പ്ലാസ്റ്റിക് സർജൻ, അനസ്തേഷ്യസ്റ്റ്, ഇങ്ങനെ 4 പേരുടെ ടീമാണ് സർജറി ചെയ്യുന്നത്.
ആ സർജറിക്ക് മാത്രം എന്തോ 2.5-3 ലക്ഷം രൂപയും അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി എല്ലാ ചിലവും കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു 6-6.5 ലക്ഷം രൂപ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ചിലവുകളാണ് അന്ന് എസ്റ്റിമേറ്റ് തന്നത്. ഞാനപ്പോൾ തന്നെ നിസാറിനെ വിളിച്ചു, ഹോസ്പിറ്റലിൽ വരുത്തി. പിന്നെ ജേക്കബ് വടക്കാഞ്ചേരി മറ്റേ പ്രകൃതി ചികിത്സ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഈ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട്, സ്കാനിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇന്നമാതിരി പ്രശ്നമുണ്ട് സാറേ, സർജറി ചെയ്തില്ലേ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, കരിക്കുവെള്ളം മാത്രം കുടിച്ചിട്ട് അനങ്ങാതെ കിടക്കണം എന്ന് പറഞ്ഞു. പിന്നെ ചേർത്തലയിലൊരു റോബിൻസൺ വൈദ്യരുണ്ട്, അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിരുന്നു, ഈ താടിയെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിട്ടുണ്ടായി. അദ്ദേഹം അണ്ണാക്കിൽ കൈയിട്ട് എന്തോ ചെയ്തപ്പോഴത്തേക്കും താടിയിൽ നേരെ വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നിസാറിനെ രണ്ടാമത് വിളിപ്പിക്കുന്നത്, സർജറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റോബിൻസൺ വൈദ്യരും പറഞ്ഞു വേണ്ട, സർജറി വേണ്ട, അല്ലാതെ തന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. നിസാർ എന്നോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കുറച്ച് ആളുകളെയൊക്കെ കൂടെ റിനൈ മെഡിസിറ്റിയുടെ കഫ്റ്റേരിയയിൽ ഇരുന്നിട്ട് ഞങ്ങൾ ആലോചിച്ചു കാര്യം. അപ്പോൾ നിസാർ എല്ലാവരുടെ മുമ്പിലും ഉറപ്പ് പറഞ്ഞ കാര്യം, 3 കാര്യങ്ങൾ ചെയ്യരുത് എങ്കിൽ ഞാനിത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഭക്ഷണം കഴിക്കരുത്, രണ്ടാമത്തെ ഒന്ന് സംസാരിക്കരുത്, മൂന്നാമത്തെ ഒന്ന് ചിരിക്കരുത്. എത്ര ദിവസം? 3 ആഴ്ച. ഈ 3 ആഴ്ചയും ഇത് കംപ്ലീറ്റ്. ഭക്ഷണം 2 ആഴ്ച കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങാം, പിന്നെ വർത്തമാനവും പറയാം. ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിരിക്കരുത്. ചിരിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലുകൾക്കൊക്കെ അനക്കം സംഭവിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് പറഞ്ഞു. ശരി, എൻ്റെ മോനും സമ്മതിച്ചു. മോൻ സർജറിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 9-ാം തീയതി നിസാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ലോഡ്ജിൽ റൂം എടുത്ത് നിസാർ പറഞ്ഞ പോലെ തന്നെ 2 നേരവും വന്നിട്ട് നിസാർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. ആദ്യത്തെ 3 ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് പറഞ്ഞു. അതിനുശേഷം ജ്യൂസ് കൊടുക്കുക, ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ജ്യൂസ് കൊടുക്കുക. ജ്യൂസിന് ഞാൻ കരിക്ക് കഴമ്പോട് കൂടി അടിച്ച്, പിന്നെ അതിനകത്ത് വാൾനട്ട്, ആപ്രിക്കോട്ടിൻ്റെ കുരു, ബദാം, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ അരച്ച് ചേർത്ത് കൊടുക്കും. പിന്നെ ഫ്രൂട്ട് ജ്യൂസുകളും കൊടുക്കും. അങ്ങനെ 15 ദിവസം ഫ്രൂട്ട് ജ്യൂസുകൾ മാത്രം ആയിട്ട് പോയി. അതിനുശേഷം നേരിയതായിട്ട് കഞ്ഞിയൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഒരു മരുന്ന് നിസാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, തഴുതാമ ഇല രാവിലെ ഒരു 7 ഇല പച്ചവെള്ളത്തിൽ അരച്ചിട്ട് പച്ചവെള്ളത്തിൽ കലക്കി അരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതാണ് ഒരു മരുന്നായിട്ട് കൊടുത്തത്. വേറൊരു മരുന്നും ചെയ്തിട്ടില്ല, അക്യുപഞ്ചർ മാത്രം. മുടി വടിക്കാൻ പറഞ്ഞ് ഇവിടേക്കോ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു, നീഡിൽ ചെയ്യാനുണ്ടായിരുന്നു. നീളമുള്ള സൂചി, നീളം കുറഞ്ഞ സൂചിയൊക്കെ ഉപയോഗിച്ച്. ഏതായാലും സർജറി പറഞ്ഞ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡിസംബർ 15-ാം തീയതി നമുക്ക് സർജറി ചെയ്യാം. മാർച്ച് 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെയൊക്കെ റെസ്റ്റ് ഏകദേശം കഴിക്കാം. റെസ്റ്റൊക്കെ ഒരുവിധം റെസ്റ്റൊക്കെ മാറും. പിന്നെ ഒരു 3 മാസം കൂടി റെസ്റ്റ് എടുത്താൽ മതി. 6 മാസം കൊണ്ട് നമുക്ക് എന്തായാലും ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വെറും 20 ദിവസം കൊണ്ട് എൻ്റെ മോൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് 20-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിലേക്ക് എൻ്റെ മോൻ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം 3-4 മാസം ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞെങ്കിലും എൻ്റെ മോൻ അങ്ങനെ എടുത്തില്ല എന്നുള്ളതാണ്. ഒരു മാസമായപ്പോഴത്തേക്കും പിന്നെ തിരക്കായി, വരാൻ പറ്റാതെയായി. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് നിർത്തി. ഇപ്പോൾ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തകരാറുമില്ല. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോണത്. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൻ്റെ അടിയിൽ നീന്തുമ്പോൾ എന്തോ ചെറിയ അസ്വസ്ഥത ഇങ്ങനെ മുഖത്ത് തോന്നാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇടക്കാലം കൊണ്ട്. നിസാർ പറഞ്ഞു കാലക്രമേണ ഇതെല്ലാം ശരിയാകുമെന്നാണ് പറഞ്ഞത്. മാഷാ അല്ലാ, ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ കുട്ടിക്ക് യാതൊരുവിധ തകരാറുമില്ല. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വോയിസ് കേട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, എവിടെയാണ്? ഞാൻ പറയാം, എൻ്റെ പേര് സനീറ എന്നാണ്, എൻ്റെ വീട് കൊച്ചിയിലാണ്. എൻ്റെ എന്നെ എല്ലാവരും ഒരുവിധം അറിയണതാ കൊച്ചിയിൽ. അവിടെ വന്ന് ചോദിച്ചാൽ എൻ്റെ വീടറിയാം. വീട്ടിൽ വന്നാൽ നേരിട്ട് കാണാം, കാര്യങ്ങളൊക്കെ നമ്മൾ സ്കാൻ അടക്കം എല്ലാ സാധനങ്ങളും കാണിച്ചു തരും എന്ന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതേതായാലും ഇപ്പോഴാണ് എനിക്കത് സാധിച്ചത്. മറ്റൊന്ന്, ഞാനെന്നെ കൊച്ചിനെ കൊണ്ടുവരാനുണ്ടായൊരു കാരണം വേറെ ഒന്നുകൂടിയുണ്ട്. ഇതിനു മുൻപ് 1-2 കേസുകൾ ഞാൻ നിസാറിനെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞല്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് സുനിത, കൊച്ചി തന്നെ ഉള്ളതാണ്. പിന്നെ ഡ്രസ്സ്
മെറ്റീരിയൽസ് എടുത്ത് ഡ്രസ്സ് തയ്ക്കുന്ന തയ്യൽ യൂണിറ്റ് നടത്തുന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരിയും ഞാനും കൂടെ ഒരു ദിവസം ഓട്ടോറിക്ഷ കയറാൻ നേരത്ത് തല മുകളിലടിച്ച്, ഓട്ടോറിക്ഷയുടെ മുകളിലടിച്ച് ഛർദ്ദിക്കാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഛർദ്ദിൽ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ജനറൽ ഹോസ്പിറ്റൽ, രാത്രിയാണ്, ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ നിസാറിനെ യാദൃശ്ചികമായിട്ട് നിസാറിനെ വിളിച്ചു. നിസാർ എന്നെ മാതിരി സംഭവിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ആ കൊണ്ടുപോയെത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഛർദ്ദിക്കുന്നല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ ഐസ് എടുത്തിട്ട് ഈ കയ്യിൻ്റെ ഇവിടെ നഖത്തിൻ്റെ ഇവിടെ വെച്ച് കൊടുക്ക്, അപ്പോൾ ഛർദ്ദിൽ നിൽക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഐസ് വെച്ചപ്പോഴത്തേക്കും ഛർദ്ദിൽ നിന്ന്. അപ്പോൾ ഞാൻ സ്കാൻ എടുത്തിട്ട് കൊണ്ടിട്ട് ഒന്നും സമയം കളയണ്ട, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു തേവരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ അവസ്ഥ മാറി, തളർന്ന് കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ഞാൻ ഉടനെ ആംബുലൻസ് ബുക്ക് ചെയ്ത് മലബാർ ഗോൾഡിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവിടെ ആംബുലൻസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റി അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 37 എത്തുന്നതിന് മുമ്പ് ഏകദേശം എടപ്പള്ളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൊക്കെ മറിഞ്ഞ് നാവൊക്കെ വയലറ്റ് നിറമായി ഉള്ളിലേക്ക് വലിഞ്ഞ് മരണവെപ്രാളം കൊണ്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാനാകെ പേടിച്ചിരുന്നു അന്ന്. അങ്ങനെ നിസാറിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രിയാണ് വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. നിസാർ അങ്ങനെ വീട്ടിലെത്താൻ നേരമില്ല, നിസാർ ഒന്ന് വഴിയിലേക്ക് വരുമോ, ഇങ്ങനത്തെ അവസ്ഥയാണ്, പേടിച്ച് ആകെ ബുദ്ധിമുട്ടായി, മരണപ്പെട്ടു പോയ കുടുംബക്കാരോട് എന്താ പറയുക. അങ്ങനെ നിസാർ വഴിയിൽ 38 ജംഗ്ഷനിൽ വന്നിട്ട് ആംബുലൻസിൽ ഇരുന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം പുള്ളിക്കാരോട് ചോദിച്ചു, നീഡിലൊക്കെ ചെയ്ത് കൈയൊക്കെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിച്ചെന്തോ കൈയൊക്കെ ഇങ്ങനെ കുത്തൊക്കെ ചെയ്തതിന് ശേഷം പേരെന്താന്ന് വെച്ചപ്പോൾ സുനിത എന്നാൾ തന്നെ പറഞ്ഞു. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ്. 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി ആഴ്ചയില പിന്നെ വന്നു. 11 ദിവസം തന്നെ തികച്ചെടുത്തില്ല. അമിതമായ തലവേദനയായിരുന്നു. രാവിലെ വന്നപ്പോൾ തലവേദനയും മാറി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാര്യം. എൻ്റെ മോൻ പിറ്റേ ദിവസം പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞില്ലേ, 2ാമത്തെ ദിവസം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞില്ലേ, ആ ദിവസം സുബ്രഹ്മണ്യൻ ഡോക്ടർ പറഞ്ഞ് ബ്ലീഡ് ചെയ്യുമെന്ന്. അപ്പം ഞാൻ നിസാറിനോട് ബ്ലീഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഡോക്ടർ ഇങ്ങനെ പറയണല്ലോ, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 2 തള്ളവിരൽ, കാലിൻ്റെ 2 തള്ളവിരലിൻ്റെ അടിയിൽ ഐസ് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എക്സാം കൺട്രോളറെ വിളിച്ചിട്ട് ഞാൻ ട്രോമാ കെയർ ആംബുലൻസൊക്കെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. എക്സാം കൺട്രോളർ അറിയിച്ചത് ഞങ്ങൾ ക്യാമ്പസിൻ്റെ അകത്ത് ആംബുലൻസ് കൊണ്ടുവരും, കുട്ടിയെ കൊണ്ടുവരും, ആംബുലൻസിലിരുത്തി എക്സാം എഴുതിക്കാനാണ് ഞാൻ അദ്ദേഹത്തെ പെർമിഷൻ വാങ്ങിയത്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു വേണ്ട, പിന്നെ നിസാർക്ക് കുത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, പിന്നെ ക്ലാസ്സിലിരുന്ന് എഴുതാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓഡിറ്റോറിയത്തിൽ ഒറ്റയ്ക്ക് അവനിരുത്തി എഴുതിച്ചത്. ഞങ്ങൾ 6 പേര് ഓഡിറ്റോറിയത്തിൻ്റെ അറ്റത്തിരിപ്പുണ്ട്. ഞങ്ങളെ സാക്ഷി ഇരുത്തിയിട്ടാണ് അന്ന് എൻ്റെ മോൻ എക്സാം എഴുതിയത്. അതിനുശേഷം ഒന്നരാടം ദിവസങ്ങളിൽ എക്സാം ഉണ്ടായിരുന്നു. 3 എക്സാം ഇവിടെ നിന്ന് പോയി എഴുതി. ആ 3ഉം മാഷാഅല്ലാഹ് എല്ലാത്തിനും അവൻ പാസ്സായിട്ടാണ് പോകുന്നത്. എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സർജറി ഉണ്ടായില്ല, കുറേ അവൻ്റെ അനസ്തേഷ്യ വിഷങ്ങളകത്ത് കയറിയില്ല, വേറൊരു തകരാറും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നിങ്ങളോട് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും നന്ദി.